ദൈവദോഷം പറയല്ലേ, ഇച്ചിരി തണ്ട് കൂടുതലുണ്ടെങ്കിൽ സ്വഭാവ ദൂഷ്യം അവളെ അപ്പൻ മീൻകാരൻ കൊച്ചൂരിന് കടയിൽ നിന്ന് പെട്ടിയുണ്ട്. എന്നതാണെന്നറിയാവോ? ബിസ്ക്കറ്റ്. ആ, ഒരു കൊട്ടി നിറച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ്. ആ, അത് കിട്ടിയ പിന്നെ അയാൾ മീൻ കച്ചവടം കോൺട്രാക്ട് തുടങ്ങിയിട്ട് ആ കണ്ടോ കെട്ടടം പണിയായിപ്പോ. ആർക്ക് കോളടിച്ചാൽ നാട്ടിൽ കൃഷി ചെയ്യുന്ന സ്ഥലം നീ ഈയിടെ അല്ലയുടെ അവധിക്ക് വന്നിട്ട് പോയത്, പിന്നെ അവധിക്ക് ഇത് കൊള്ളാലോ. ആ, അന്ന് ഞാൻ വന്ന അവധിക്ക് ഇപ്പൊ അറബി ബോസ് എനിക്കൊരു ബ്രേക്ക് തന്നതാണ്. ബ്രേക്കോ? നിനക്ക് എന്നതാ ബ്രേക്ക്? കാറുമല്ല വാങ്ങി. ആ ബ്രേക്ക് അല്ല, ഇത് ജോലിയിലുള്ള ബ്രേക്കാ. ഓ, ഇപ്പൊ ജോലിയിൽ ബ്രേക്ക് അറിയാം, ഞാൻ വിളിച്ചായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ ചോദിക്കണം വിചാരിച്ചു. ഇവിടെ തേരാ പാരാ വായി നോക്കി നടക്കുന്നു. എനിക്ക് ഗൾഫ് എന്നൊക്കെ തോന്നി. കാണുന്നവരൊക്കെ ഇത് തന്നെ ചോദിക്കുക. അതിപ്പോ അപ്പച്ചൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നേ? അത് ഈ ഫേസ്ബുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കാണുന്നവർക്കൊക്കെ അതിനെപ്പറ്റി പറയാനുള്ളൂ. ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ പണിയല്ലേ? എന്നും പറയാം. ആ ഫേസ്ബുക്ക് മെയിൻ്റനൻസ് ആണ് എന്റെ ജോലി. ഞാൻ പറഞ്ഞിട്ടില്ലേ, 5 ടെററികളും ചേർന്ന് നടത്തുന്ന കമ്പനിയാണ്. അവർക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. ഈ 8 പേരുടെയും ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നത് ഞാനാ. അവർക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, അവരുടെ ഫേസ്ബുക്ക് കണ്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. രാവിലെ ചെന്നാലുടെ അത് ചെയ്തോണം. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ബാക്കപ്പ് എടുക്കണം. ബാക്കി നേരം പിന്നെ മോണിറ്റർ ചെയ്താൽ മതി. പണ്ട് കൊള്ളക്കൊടുത്ത് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ മോണിറ്റർ ഞാനായിരുന്നു. പുറത്തുനിന്ന് പറഞ്ഞ പിള്ളേരുടെ പേരെഴുതി സാറിന് കൊടുത്തിട്ട് എത്ര പേർക്ക് തല്ലു കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? എന്നാലും സൂക്ഷിച്ച് ചെയ്യേണ്ട പണിയാ. ചെറിയ തെറ്റ് പറ്റിയാൽ കൂടി അതൊന്ന് ശരിയാകാൻ കുറേ സമയമെടുക്കും. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരുത്തനെ പറഞ്ഞു വിട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ്. കേൾക്കാൻ നല്ല സുഖമുള്ള ജോലിയോ അല്ലയോ? എന്നാലും നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചോ കുഞ്ഞവറാച്ച? അവിടെ ചെന്ന് 1 മാസം ട്രെയിനിങ് അല്ലായിരുന്നോ? നീ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അത് ശരിയാ. ആദ്യം വലിയ ബോസിന്റെ വർക്ക് വാട്ടർ കൊണ്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് ഒരു കുപ്പി പോലുള്ള സാധനം ഇങ്ങനെ കുലുക്കി എന്നിട്ട് അതിന്റെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു പത വരും. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യും. പിന്നെ നല്ലൊരു ബ്ലേഡ് എടുത്ത് ഇങ്ങനെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഫേസ്ബുക്ക് ആവും. അപ്പൊ അമ്പട്ടപ്പണിയല്ലേ? പിന്നെ വാക്കപ്പൊന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്നതാടാ? ഓ, അത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അതിങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് ഇങ്ങനെ അപ്പ് ചെയ്ത് ഇന്നലെ വലിയ അറബിയുടെ ഫേസ്ബുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ അയാളൊന്ന് സീസ് ചെയ്ത. അതെന്തോന്നാണ്? തുമ്മിയത് നോക്കുമ്പോ ചെള്ളക്ക് 6 ഇഞ്ച് നീളത്തിലൊരു കീറി. ചോര കണ്ടപ്പോ അയാള് എന്ന് വെച്ചാ എന്തുവാണ്? നീ ഏത് കഴുത്തേക്ക് ഉണ്ടായിരുന്നതാണ്? നീ അയാളെ ചെള്ള കീറി മുറിച്ചാലും ഞാനെന്ത് പഠിച്ചു? അയാൾക്ക് എന്നെ എങ്ങനെ അറിയാം? അപ്പച്ചനെ അറിയില്ല. പക്ഷെ അയാള് പറഞ്ഞത് നേരാണെങ്കിലും അത് കേട്ടപ്പോ എന്റെ ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ അയാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിച്ചു. അതുകൊണ്ട് അയാൾ എന്നെ ജോലിന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വിട്ടോ? പിന്നെ ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞതോ? അത് ഞാൻ ചീത്ത വിളിച്ചപ്പോ അയാൾ കാല് മടക്കി തന്നു.
2 3 എണ്ണം ബ്രേക്ക് ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ബ്രേക്കാ തന്നെ മതിയായില്ലേ? ഞാൻ ഇനി ആ നാട്ടിലേക്കേ ഇല്ല. വേണ്ട, ആ ഫേസ്ബുക്കിന്റെ പണി ഇവിടെ ചെയ്യാമല്ലോ. അമ്മായി അപ്പൻ പാടവും പറമ്പും ഒക്കെ വെളുപ്പിക്കുമ്പോ മരുമ്പോ നാട്ടിൽ